എവിടെങ്കിലും ഷെയ്ഖ് വേണ്ട എന്നുള്ളതിനെ നമുക്ക് തെളിയിക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ സാധാരണ ഒരു മസലൊക്കെ പറയുമ്പോൾ, എന്തെങ്കിലും മസലൊക്കെ പറയുമ്പോൾ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു കിതാബിൽ ഏതെങ്കിലും ഒരു കൗലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന മഹാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ അതിന് കുഴപ്പമെന്ന് വെച്ച് ഒച്ചുണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇത് ഷെയ്ഖ് വേണം, ത്വരീഖത്ത് വേണം, ബയ്യത്ത് ചെയ്യേണ്ട ഒരുപാട് കിതാബുകളിൽ നമുക്കറിയപ്പെട്ട മഹാന്മാർ, നമുക്ക് ആദ്യം കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരൊക്കെ വേണം നിർബന്ധമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്ത ഒരാരുമില്ല ആന്തരികമായിട്ട്, ഒരാളും ഒഴിവില്ല, കുട്ടികളും മക്കളും ഒഴിവില്ല. ഒരു പറഞ്ഞുകൊണ്ടിരിക്കണേ ഒരുപാട് ഈ വാർത്ത ഇപ്പം നമ്മളിപ്പോൾ ഈ ചാനലിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഷെയ്ഖ് വേണ്ട, എന്തെങ്കിലും വച്ചിട്ടിരുമ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഷെയ്ഖ് വേണ്ട എന്ന് പറയാം. എന്നാലോ ഓൾക്ക് ആവശ്യമുള്ള വല്ല മസലയാണെങ്കിൽ ഏതെങ്കിലും കീരവക്കാരെ കിട്ടിയാൽ മതി, ഏതെങ്കിലും മൗലികത്താവ് ഉണ്ടായാൽ മതി, എന്നാലും അതിന് മസല കുറിച്ചു. ഇത് ബഹുമാനപ്പെട്ട റസാനി ഇമാം ഒരു വാക്ക് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഔസുല്ലാഹും ഒരു വാക്ക് പറഞ്ഞാൽ, തസൗഫിന്റെ രാജാക്കന്മാരായ ജുനൈദുൽ ബഗ്ദാദി ഒരു വാക്ക് പറഞ്ഞാൽ, അലി റളിയല്ലാഹു ഒരു വാക്ക് പറഞ്ഞാൽ, പിന്നെയും മറിച്ചിരിക്കേണ്ട അവസ്ഥ വരുന്നതുകൊണ്ടാ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ജൂതായുസമാണെന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ആത്മാവ് പശു നട്ടത് സയനിസ്റ്റുകളാണ്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂടി ചെയ്ത പണിയാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ മാത്രം ബാക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന്റെ സത്ത, ഇസ്ലാമിന്റെ ആത്മാവാണ്. അതൊരാളെ കയ്യിലുണ്ടെങ്കിൽ അത് ആളെ തകർക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. കാരണം എന്താ, അവൻ പൂർണ്ണമായും അള്ളാഹുവിൽ വിശ്വസിച്ചവനും അള്ളാഹുവിൽ അടിവശം നിൽക്കുന്നവനുമാണ്.